ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുവാണ് ഞങ്ങളുടെ തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡിലേക്ക്. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രമാണ്. കാസർഗോഡ് പ്രശസ്തമായ ശ്രീ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ ക്ഷേത്രം ബേക്കലിന് സമീപമായിട്ടാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ ആ കാണുന്ന കടൽ അറബിക്കടലാണ്. അതിന് സമീപമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയത്തിൽ ഒരു ക്ഷേത്രം ഇതാണ് എന്നാണ് പറയപ്പെടുന്നത്. മഹാദേവൻ ഈ സ്ഥലത്ത് നിന്നാണ് തൃക്കണ്ണ് തുറന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് തൃക്കണ്ണാട് എന്ന് പേര് വന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കാസർഗോഡിലെ ഏറ്റവും പേരുകേട്ട ശിവക്ഷേത്രം ഇത് തന്നെയാണ് കേട്ടോ. ദക്ഷിണകാശി എന്ന പേരിലും പ്രശസ്തമാണ് ഈ ക്ഷേത്രം. കൂടാതെ പിതൃകർമ്മങ്ങൾക്ക് ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ദിവസവും ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പിതൃകർമ്മം നടക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള അമ്പലമാണ് കേട്ടോ. തന്നെ നല്ലൊരു സ്റ്റേജ് കണ്ടു. ഇവിടെ ശിവരാത്രിക്കൊക്കെ നല്ല പരിപാടി ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. നേരെ ഓപ്പോസിറ്റ് തന്നെ കടലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് കുറേ സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ വടക്ക് ഗോകർണം ക്ഷേത്രം വിട്ടാൽ കടലിന് അഭിമുഖമായിട്ട്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് പരമശിവന് പ്രതിഷ്ഠിച്ച അപൂർവമായൊരു ക്ഷേത്രം എന്ന കൂടി ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. രാവിലത്തെ സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ മുകളിലോട്ടൊന്നും കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളും അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് വേഗം തിരിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ഹോട്ടലൊന്നും ഒരുവിധം ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. കുറേ ഞങ്ങൾ വണ്ടി ഓടിയിട്ടാണ് അവസാനം ഒരു ഹോട്ടലിലേക്ക് എത്തിയത്. അവിടുന്ന് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും അവിടുന്ന് നേരെ തിരിച്ച് പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ എനർജറ്റിക്കായി. അപ്പോൾ ഫുൾ ബസ്സിൽ നിന്ന് പാട്ടും ഡാൻസും കൂത്തൊക്കെ ആയിരുന്നു. എല്ലാവരും ഓരോരോ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് റാണിപുരമാണ്. അപ്പോൾ ഇനി റാണിപുരത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ആൻഡ് താങ്ക് യു.